വടകര മേഖലയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്രയേറെ സമരങ്ങൾ നടക്കാൻ ഇടയായത് വടകരയിലെ എംപിയുടെയും എംഎൽഎയുടെയും ഗുരുതരമായ പോരായ്മയാണെന്ന് ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു. അഴിയൂർ മീത്തലമുക്കാളിൽ നടക്കുന്ന അടിപ്പാത സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അധികാരികൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ എംപിയും എംഎൽഎയും പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു. മേഖലയിലാകെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ സമരങ്ങൾ അരങ്ങേറാൻ കാരണം ജനപ്രതിനിധികളുടെ കടുത്ത അലംഭാവമാണെന്നും പ്രഫുൽ കൃഷ്ണൻ ആരോപിച്ചു. ചോമ്പാല ഹാർബറിലേക്കുള്ള പാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ അവസരമുണ്ടായിട്ടും എംപിയും എംഎൽഎയും വിഷയത്തിൽ ഇടപെടാതെ മുഖം തിരിക്കുകയായിരുന്നു. ഈ അവഗണന ഒന്നുകൊണ്ട് മാത്രമാണ് മീത്തലമുക്കാടിയിൽ പ്രദേശവാസികൾക്ക് തെരുവിൽ ഇറങ്ങി പ്രക്ഷോഭത്തിന് തയ്യാറാകേണ്ടി വന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മീത്തലമുക്കാടിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന ജനകീയ സമരം ഇതിനോടകം 28 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അടിപ്പാത നിർമ്മാണത്തിലെ അനിശ്ചിതത്വം ചോമ്പാല ഹാർബറിന്റെ വികസനത്തെ തന്നെ ഗുരുതരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച പ്രഫുൽ കൃഷ്ണൻ വിഷയം അനുഭാവപൂർവ്വം ബന്ധപ്പെട്ട വകുപ്പധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഉറപ്പു നൽകി. ഇവിടുത്തെ എംഎൽഎയും എംപിയും ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ സമയത്ത് അത്തരമൊരു കാര്യം ദേശീയപാതയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തത് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. ഒരു പക്ഷേ ആ ദിവസങ്ങളിൽ ആ സമയത്ത് അത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തിരുന്നു എങ്കിൽ ഇതേപോലെ 28 ദിവസം റിലേ സത്യാഗ്രഹം നടത്തേണ്ട ഒരു സാഹചര്യം ഈ ചോമ്പാലുള്ള ആളുകൾക്കുണ്ടാകുമായിരുന്നില്ല. ഏത് തരത്തിലുള്ളതാണ്, ഓവർപാസ് ആണെങ്കിൽ ഓവർപാസ്, അണ്ടർപാസ് വേണമെങ്കിൽ അണ്ടർപാസ്, അതിനാവശ്യമായിട്ടുള്ള വീതിയിലും വലുപ്പത്തിലും നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയോ? ഇപ്പോ എന്തെങ്കിലും ഒരു മാറ്റം ഇതിന് വേണമെങ്കിൽ അത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ തീരുമാനിക്കണം. ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിയുടെ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇത്തരത്തിലേക്കുള്ള ഒരു പൂർണ്ണമായ രീതിയിലുള്ള ഒരു അണ്ടർപാസ് നമുക്ക് സാധ്യമാകുള്ളൂ. കാരണം തീരുമാനമെടുക്കേണ്ട കോഴിക്കോട് നിന്നും ദേശീയപാതയുടെ മറ്റുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും എല്ലാം ഇത് വിട്ട് ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക്, ഫൈനൽ അപ്രൂവലിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി തീരുമാനമെടുക്കണമെങ്കിൽ അത് ഡൽഹിയിൽ നിന്ന് മാത്രമേ ആ തീരുമാനമെടുക്കാം. ഞാൻ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ റീച്ചിന് മാത്രം, ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഇത്രയധികം സമരം നടക്കുന്ന മറ്റൊരു റീച്ച് ഇല്ല. കാരണം എല്ലാ സ്ഥലത്തും ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് എന്തോ ചെറിയ തരത്തിലുള്ള തെറ്റുകൾ പറ്റിപ്പോയി എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതൊന്നും ആവശ്യമുള്ള സമയത്ത് ചൂണ്ടിക്കാണിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്നിങ്ങനെ കുത്തിയിരിക്കാനുള്ള ഒരു കാരണമായിട്ട് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ഇതിന്റെ സമരസമിതിയുടെ പ്രവർത്തകർ എന്നെ വന്ന് കണ്ടിരുന്നു. പ്രീതേച്ചി ഉൾപ്പെടെയുള്ള നമ്മുടെ മുൻ മെമ്പർ നിരന്തരമായി ഈ വിഷയം എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കൊടുത്ത ദേശീയപാതയുമായി ബന്ധപ്പെട്ട അണ്ടർപാസുകളുടെയും ഫുട് ഓവർ ബ്രിഡ്ജുകളുടെയും കൗപാസുകളുടെയും എല്ലാം ലിസ്റ്റ് നിതിൻ ഗഡ്കരിജിയെ കണ്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി നേരിട്ട് ആവശ്യപ്പെട്ട് പല സ്ഥലങ്ങളിലും പി.ടി. ഉഷ എംപിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, സദാനന്ദ മാഷിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു 6 or 7 പ്രപ്പോസലുകൾ ഇപ്പോഴും നിതിൻ ഗഡ്കരിജിയുടെ ഓഫീസിൽ കിടക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടുത്തെ ആളുകൾ വന്നിട്ട് ഈ വിഷയം കൂടി നമ്മളോട് പറയുന്നത്. അതിനുശേഷം വീണ്ടും സമരസമിതി ചെയർമാൻ എം വി ജയപ്രകാശ്, കൺവീനർ ആനിക സുരേഷ്, ബിജെപി സംസ്ഥാന സമിതി അംഗം കെ.പി. ജയകുമാർ, ശശിധരൻ തോട്ടത്തിൽ, പി.കെ. പ്രകാശൻ, നോർത്ത് ജില്ലാ സെക്രട്ടറിമാരായ രവിലേഷ് അഴിയൂർ, പി.കെ. പ്രീത, പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ തയ്യിൽ, ഒഞ്ചിയം മണ്ഡലം ജനറൽ സെക്രട്ടറി വി.പി.കെ. അനന്തകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.